കൽക്കി രൂപകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ബൈബിൾ സന്ദേശത്തിലേക്ക് സ്വാഗതം. നമ്മൾ ബൈബിൾ സന്ദേശത്തിന്റെ 20-ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ പാഠം എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ വചനം എന്താണെന്ന് നോക്കാം. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരില്ല. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്തുകൾ വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ദൈവം എന്ന് പറഞ്ഞാൽ അത് ഓരോ മനുഷ്യനും ദൈവമാണ്. പക്ഷെ നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടല്ലോ, അതാണ് കർത്താവ് എന്ന് പറയുന്നത്. ജഗദീശ്വരൻ, സർവേശ്വരൻ, പരമേശ്വരൻ എന്നൊക്കെ പറയും. അപ്പൊ എല്ലാത്തിന്റെ മേളിലാണ്, എല്ലാ ദൈവങ്ങളുടെ മേളിലാണ് മഹാദൈവം അഥവാ സുപ്രീം ദൈവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ച ആളാണ് യഥാർത്ഥ ദൈവം. അല്ല നമ്മൾ ഈ കാണുന്ന വിഗ്രഹങ്ങളൊന്നും അല്ല യഥാർത്ഥ ദൈവം. നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ദൈവം. നമ്മളെ സൃഷ്ടിച്ച ആ ഒരു മഹാദൈവം എന്ന് വേണം പറയാൻ. ആ ഒരു ദൈവം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഭക്തിയും വിശ്വാസവും ഉള്ളവരായിരിക്കാം. ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അവര് ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും എല്ലാം നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം അവിടുന്ന് തരും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. അയ്യോ, ഞാൻ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, എന്റെ ഗതി ഇങ്ങനെ ആയല്ലോ, ഞാൻ അധോഗതി ആയല്ലോ എന്നൊന്നും പറഞ്ഞ് നമുക്ക് ലജ്ജിക്കേണ്ടി വരില്ല. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഇവിടെ പറയുന്ന എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാരനും പാകിസ്ഥാനും തമ്മിൽ വ്യത്യാസമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികപരമായിട്ട് ഒരു വ്യത്യാസമില്ല. കാരണം പാകിസ്ഥാനും ഇന്ത്യക്കാരനും ജനിച്ചത് ഒരുപോലെയാണ്. അമ്മയുടെ ഗർഭപാത്രം 280 ദിവസം കിടന്നിട്ടാണ് രണ്ടു കൂട്ടരും ജനിച്ചത്. രണ്ടുപേരും ഏകകോശത്തിൽ നിന്നാണ് ജനിക്കുന്നത്. രണ്ടുപേരും ശ്വസിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യൻ ശ്വസിക്കുന്നത് ഒരു മിനിറ്റിൽ ഏതാണ്ട് 15-നും 20-നും ഇടയ്ക്കൊക്കെയാണ് നമ്മൾ ശ്വസിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. നമുക്ക് എല്ലാവർക്കും 206 എല്ലും, പിന്നെ അതുപോലെ 32 പല്ല്, പിന്നെ നാഡീ ഞരമ്പുകൾ ഏകദേശം 72,000. ഹൃദയമിടിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 72 അതിന്റെ ഒരു ആവറേജ് കണക്ക്. പിന്നെ നമ്മുടെയൊക്കെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നോർമലായിട്ടിരിക്കുന്ന 80-നും 120-നും ഇടയ്ക്കാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, നമുക്കുണ്ടാകുന്നു. ഒരുപോലെ അവരും ഭക്ഷണം കഴിക്കുന്നു, നമ്മളും കഴിക്കുന്നു. അവർക്കും ദഹനം നടക്കുന്നു, നമ്മൾക്കും ദഹനം നടക്കുന്നു. നമ്മളും എല്ലാ ശാരീരിക ബയോളജിക്കൽ പ്രോസസ്സും എല്ലാവരുടെ ഉള്ളിൽ നടക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് തന്നെയാണ്. ഭൗതികപരമായിട്ട് ബയോളജിക്കലി എല്ലാവരും ഒന്നാണ്. പക്ഷെ ആത്മീയപരമായിട്ട് മനുഷ്യൻ ഒന്നല്ല. കാരണം മനുഷ്യന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തിയും വ്യത്യസ്തമാണ്. അതാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാം സൃഷ്ടിച്ച ഒരാളാണ്. എല്ലാവരുടെയും കർത്താവ് ഒന്ന് തന്നെയാണ്. അതാണ്, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. കാര്യം യാതൊരു സംശയമില്ല, പ്രപഞ്ചനാഥൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. നമ്മള് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നതെല്ലാം തരും. സമ്പത്തും നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് എല്ലാം അവിടുന്ന് തരും. എന്തെന്നാൽ കർത്താവിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്നു എല്ലാവരും രക്ഷ പ്രാപിക്കും. അപ്പൊ ദൈവത്തിൽ മനസ്സ് കൊടുത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ദൈവം എല്ലാം തരും. നമ്മള് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഭഗവാനെ നമ്മൾ മനസ്സുകൊണ്ട് വിളിക്കുക, പ്രാർത്ഥിക്കുക, നമ്മുടെ കർമ്മം ചെയ്യുക. ഇതാവട്ടെ നമ്മുടെ സന്ദേശം. നന്ദി, നമസ്കാരം.